ക്രിസ്മസും പള്ളിപ്പെരുന്നാളും വരുന്നുണ്ട്. കുറച്ചധികം കട്ട്ലറ്റ്സ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്ന ചിക്കൻ കട്ട്ലറ്റ് ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് കട്ട്ലറ്റ് ഏതാണ്? ചിക്കനാണോ ബീഫാണോ? അന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാൻ ഇന്ന് ഈ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുക, എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കുക എന്നുള്ള പറഞ്ഞുതരാവേ. നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നല്ലപോലെ ഷേപ്പ് ചെയ്യുക. നമുക്ക് ഏത് ഷേപ്പ്, സ്ക്വയർ ആണോ റൗണ്ട് ആണോ, അത് ഷേപ്പിലാക്കിയതിന് ശേഷം കോൺഫ്ലവറിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. ചെയ്യുന്ന ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ്, പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കട്ട്ലറ്റ് വറുക്കാൻ നേരത്ത് പൊട്ടിപ്പോകത്തില്ല. മാത്രമല്ല അധികം എണ്ണയും കുടിക്കത്തില്ല, നല്ല പെർഫെക്റ്റ് ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് തന്നെ മസാലയൊക്കെ ഷേപ്പാക്കുക, കോൺഫ്ലവറിൽ വെക്കുക. അതിനുശേഷം നമ്മൾ കൗണ്ടറെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം മുട്ടയിൽ മുക്കി നമ്മുടെ റസ്കിൻ്റെ പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ബ്രെഡ് ക്രംസിനേക്കാളും ബ്രെഡ് നമ്മൾ മുരിച്ചെടുത്ത് പൊടിക്കുമല്ലോ, അതിനേക്കാളും അതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവന്മാർ എൻ്റെ അടുത്ത് കുറച്ച് ജിഞ്ചർ എൻ്റെ നമ്മുടെ കുക്കി കട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് കൊണ്ടുവന്നിട്ട് ആ ഷേപ്പ് വേണം, അങ്ങനെ ഞാൻ ആ ഷേപ്പിൽ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ അവന്മാർ ഹാപ്പിയായി. അവർക്ക് ടിഫിനിലും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു വെറൈറ്റി ആയിട്ടുള്ള കട്ട്ലറ്റ്സ്. അപ്പോൾ ഇത്രയുള്ള വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ബൈ, സീ യു.